ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈസി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന കറിയാണെങ്കിലും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ പോകുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് സൈഡിലുള്ള ആ ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഒന്ന് ചേർക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു അരമുറി തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഈസ്റ്റൻ്റെ ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ മസാല ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ മുളക് പൊടിയും ഗരം മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതൊക്കെ അതിൽ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് തേങ്ങ ഒന്ന് നല്ലോണം വറുത്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഇപ്പോൾ നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് ഇതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി ഞാൻ ഒരൊറ്റ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ്. അതും കൂടി അതിലേക്ക് ചേർത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഓൾറെഡി മുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് എരിവുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ ചേർക്കണില്ല. നിങ്ങൾക്ക് ഒന്നും കൂടി സ്പൈസ് ആയിട്ട് വേണമെങ്കിൽ ഈ സമയത്തൊന്ന് പച്ചമുളക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ സ്ലൈസായി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് ഒന്ന് തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇത് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത തേങ്ങ അരപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മിക്സീൻ്റെ ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കറിക്ക് അനുസരിച്ച് വെള്ളം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 5 വേവിച്ച് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നടുവായിട്ട് കീറിയിട്ടും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അങ്ങനെ ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മുട്ടയും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും കറിവേപ്പിലും ഒന്ന് എണ്ണയിൽ തൂമിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പാർന്ന് കൊടുക്കുക. ഇങ്ങനെ കൂടി ഒന്ന് ചേർക്കുമ്പോൾ കറിക്ക് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഫ്ലേവറും കൂടി ഒന്ന് ഉണ്ടാവും. അത് ഓപ്ഷനാണ് കേട്ടോ, ചേർക്കുകയാണെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.